ട്രോമ ബോണ്ടിങ് ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോശം പെരുമാറ്റങ്ങൾക്കിടയിലും ഒരു വ്യക്തി തന്നെ ദുരുപയോഗം ചെയ്യുന്ന വ്യക്തിയുമായി ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്നതിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഈ വ്യക്തി ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ലവർ ആവാം, ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുമാകാം. ഇവിടെ ദുരുപയോഗം ചെയ്യുന്ന വ്യക്തി തന്റെ ഇരയോട് അതിക്രൂരമായി പെരുമാറും, ഉപദ്രവിക്കും. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ വളരെ സ്നേഹത്തോടെയും ദയയോടെയും ഒക്കെ പെരുമാറും. സോ കുറച്ച് സമയത്തേക്കെങ്കിലും സ്നേഹം കിട്ടുന്നത് കൊണ്ട് ഇതൊക്കെ ഈ ബന്ധം ഉപേക്ഷിക്കുവാൻ ബുദ്ധിമുട്ടായി മാറുന്നു. എത്ര ഉപദ്രവമേറ്റാലും ആ ബന്ധത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് ഇര വീണ്ടും വിശ്വസ്തരായി തുടരും. കാലക്രമേണ ഈ ഉപദ്രവങ്ങളുടെ തോത് കൂടി വരും. അപ്പോഴും ഇര സഹതാപപൂർവ്വം പറയും, എന്റെ ഭർത്താവല്ലേ, എങ്ങനെ ഉപേക്ഷിക്കാനാ? ട്രോമ ബോണ്ടിങ് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെയും ഇമോഷണൽ ബാലൻസിനെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇരകൾക്ക് കാലക്രമേണ അത് ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപോളാർ ഡിസോർഡർ തുടങ്ങി നിരവധി മാനസിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. സോ ട്രോമ ബോണ്ടിങ്ങിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളൊരു ദുരുപയോഗ ബന്ധത്തിലാണെന്ന് സംശയിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുന്നതാണ് നല്ലത്. ആളൊരു പാവമാണ്, എല്ലാം ശരിയാവുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ സഫർ ചെയ്യേണ്ടി വരും.